ഹായ് ഓൾ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈൽ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് ചെമ്മീൻ ചുരുട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മെയിൻ ഫുഡായിട്ട് യൂസ് ചെയ്യാം. അത്രയ്ക്കും ടേസ്റ്റുള്ള അടിപൊളി ആയിട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഈ ചെമ്മീൻ ചുരുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 150 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ വലിയ ചെമ്മീനായതുകൊണ്ടാണ് ഞാനിതിനെ കഷ്ണങ്ങളാക്കിയത്. ചെറിയ ചെമ്മീനാണെങ്കിൽ അതുപോലെ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ, കട്ടൊന്നാക്കണ്ടേ. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചെമ്മീൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ മസാല പൗഡറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രേ വേണ്ടു കേട്ടോ. ഇനി നമുക്ക് ഈ പ്രോൺ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കേണ്ടത്, ഇതൊരു നാടൻ റെസിപ്പി അല്ലേ. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം അങ്ങനെ വെക്കണേ. ഈ ഒരു ഫ്ലെയിമിൽ ഇതൊരു 4 to 6 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആക്കി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീനെ നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കാണ്ട് ഇനി അത് നോക്കാം നമുക്ക്. ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഫ്രൈ ചെയ്ത സെയിം കടായിലെ തന്നെയാണ്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ഉള്ളിയാണ് ഇടുന്നത്. അത് ചോപ്പ് ചെയ്ത ഉള്ളിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് പകുതി വഴന്ന് വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനാവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 1 മിനിറ്റ് വഴറ്റി കൊടുക്കും. അപ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറും. ഇതൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു 80% വഴന്നിട്ട് ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഒരു 1/2 കഷ്ണം തക്കാളി മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് തക്കാളീനെ വേവിച്ചെടുക്കണേ. ഇത് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ടാണേ. ഇതിനൊന്നും കൂടി വേവാണ്ട്, അതുകൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാലയും ചെമ്മീനൊക്കെ നല്ലപോലെ പിടിക്കണം. ഈ ഒരു മസാലയിൽ നമ്മൾ അധികം പൊടികളൊന്നും ചേർത്തിട്ടില്ല. ആകെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുള്ളൂ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മൾ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീൻ ചുരുട്ടിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള അരി പ്രിപ്പയർ ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തതും എടുക്കുക, വറുക്കാത്തതും എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും എത്തണം കേട്ടോ ഈ റൈസ് പൗഡറിൻ്റെ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനായിട്ട് ഇതിലോട്ടേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ.
ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചുലയോ തവിയോ എന്തെങ്കിലും കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. ആദ്യം ഇതുപോലെ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം നല്ല ചൂടല്ലേ ഇത്. ഞാൻ കൈകൊണ്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കും പോലെ, പക്ഷേ അതിനാകട്ടെ ഒന്നുകൂടി സോഫ്റ്റ് ആവണം കേട്ടോ. ഇനി നമുക്ക് ചുരുട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി ഈ അരി മിക്സിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് വേണ്ടത്. എന്നിട്ട് ഇത് നല്ലപോലെ ഉരുട്ടണേ റൗണ്ട് ഷേപ്പിൽ. ഇനി ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു സൈഡിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അടിഭാഗം ഫ്ലാറ്റായ ഒരു പ്ലേറ്റ് ആയാലും മതി കേട്ടോ. ഈ ഒരു വലുപ്പം മതി കേട്ടോ. തിക്നെസ്സും പത്തിരീൻ്റെ അത്ര തന്നെ മതി കേട്ടോ. അധികം കട്ടിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം കനം കുറച്ച് വേണേ. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ട ഐറ്റാണ് വാഴയില. ഈ ചുരുട്ട് വാഴയിലയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണേ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൽ ഇത്തിരി ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. അതും വെളിച്ചെണ്ണ തന്നെ തടവി കൊടുക്കണേ. ഇനി ഈ വാഴയിലോട്ട് നേരത്തെ നമ്മൾ പരത്തി വെച്ച പത്തിലില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ചെമ്മീൻ മസാലയില്ലേ അത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓവറായിട്ട് വേണ്ട, അപ്പോൾ പൊട്ടിപ്പോവും. മസാല ഒരു മിഡിൽ പോർഷനിലായിട്ട് ഇടാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് നമ്മൾ ചിക്കൻ റോളൊക്കെ റോൾ ചെയ്യില്ല അതുപോലെയാണ് ചെയ്യേണ്ടത്. അത്ര ഈസി ആയിരിക്കില്ല, ഒന്ന് ശ്രദ്ധിക്കണം. റൈസ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. ആദ്യം 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണേ. ഇനി ഇതിനെ നല്ലൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ റോളൊക്കെ റോൾ ചെയ്യില്ല അതുപോലെ തന്നെ. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അത്ര ഇടങ്ങാറൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പറ്റും. ഇതിപ്പോൾ ചിക്കൻ റോളിൻ്റെ ഷേപ്പിലായില്ലേ. ഇനി നമുക്കിത് ആ വാഴയിലയിൽ തന്നെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ബാക്കി വരുന്ന ചുരുട്ടൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. എനിക്ക് ഈ ഒരളവിൽ ഒരു 12 ചുരുട്ടോളം കിട്ടിയിട്ടുണ്ടേ. ഞാനിപ്പോൾ എല്ലാ ചുരുട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കൊരു സ്റ്റീമർ എടുക്കാം. എൻ്റെ ഈ പാത്രത്തിൽ ഫ്ലാറ്റായിട്ടുള്ള ആ തട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഇഡ്ഡലി തട്ട് വെച്ചത്. ഈ ചുരുട്ട് ഓരോന്നായിട്ട് ഈ സ്റ്റീമറിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഉണ്ടാക്കിയ ചുരുട്ട് മുഴുവനായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു 12 ചുരുട്ടോളാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ അളവിൽ. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് ഒരു 20 to 30 മിനിറ്റ് വരെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് വെന്ത് കിട്ടും. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് കുത്തി നോക്കാം. അരിയൊന്നും അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിന് പുറത്തോട്ടേക്ക് എടുക്കാം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചുരുട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രക്കും ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. എൻ്റെ ചാനലൊന്ന് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് ഓണാക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.